നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വെൽക്കം ടു 20th Hour. കോഴിക്കോട് താമരശ്ശേരിയിൽ പുതുവത്സര ദിനത്തിൽ 34-കാരി എന്തിന് ആത്മഹത്യ ചെയ്തു? ഹസ്നയുടെ മരണത്തിൽ ബന്ധുക്കൾ സംശയമുന്നയിക്കുന്നത് എന്തിന്? ഒപ്പം താമസിച്ചിരുന്ന 29-കാരൻ ആദിലിന് ഹസ്നയുടെ മരണത്തിൽ പങ്കുണ്ടോ? ഹസ്നയുടെ ഓഡിയോ പുറത്തു വരുമ്പോൾ മരണത്തിൽ സംശയം ബലപ്പെടുകയാണ്. വിവാഹമോചിതയായ ഹസ്ന 8 മാസമായി ആദിലിനൊപ്പം ഫ്ളാറ്റിൽ താമസമായിരുന്നു. ഹസ്നയ്ക്ക് ആദ്യ വിവാഹത്തിൽ 3 മക്കളുണ്ട്. അവരെ വിട്ടാണ് ആദിലിനൊപ്പം താമസമാക്കിയത്. ആദിലിന്റെ സ്വഭാവം വൈകിയാണ് ഹസ്ന മനസ്സിലാക്കിയതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ക്രിമിനൽ ബന്ധമുള്ള ആളാണ് ഇയാളെന്ന് മനസ്സിലാക്കിയ ഹസ്ന വീട്ടിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിച്ചിരുന്നു. മയക്കുമരുന്നിടപാടുള്ളയാളാണ് ആദിലെന്നും അയാൾക്ക് ഹസ്ന അയച്ച ഓഡിയോ സന്ദേശത്തിൽ ഇത് വ്യക്തമാണെന്നും ബന്ധുക്കൾ പറയുന്നു. മയക്കുമരുന്നിടപാട് പുറത്തു പറയുമെന്ന് ഓഡിയോ സന്ദേശത്തിൽ ആദിലിനോട് ഹസ്ന പറയുന്നുണ്ട്. ഹസ്നയുടെ ഓഡിയോ സന്ദേശം ഒന്ന് കേൾക്കാം. അതിലെങ്കിൽ ഫോൺ എടുത്തോട്ടോ. 12 മണി വരെ എനിക്ക് ടൈം തന്നിക്കുന്നേ. ആ 12 മണി വരെ ഞാൻ എൻ്റെ അപ്പുറം നിർത്തിക്കോ, ഇല്ലെങ്കിൽ കളി ഇതൊന്നും ആയിക്കൂലേ. ഞാൻ സത്യം പറയാ, എല്ലാ ജീവിതം പോയി. ഇനി ഞാൻ എന്റെ ജീവിതം പോവാണ്. എൻ്റെ ഞാൻ നിൽക്കും. കൊടിച്ചിനി മുതൽ ശിബു വരെ കുടുങ്ങും. സത്യമാണ്. ഞാനിത് എനിക്കറിയുന്ന എല്ലാ വിവരങ്ങളും മടിക്കുന്ന ലഹരിന്റെ വരെ ഞാൻ എല്ലാം വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയയില. പോലീസ് സ്റ്റേഷനിലെ ഇടയെന്നല്ല എങ്കിൽ രക്ഷപ്പെടും. സോഷ്യൽ മീഡിയ വിളിച്ച് ഞാൻ പറയൂ, ഇല്ലെങ്കിൽ ഇനി ഫോൺ എടുത്തോ. ദുരൂഹത ഏറുകയാണ്. ഹസ്ന പറയുന്ന കാര്യങ്ങളിൽ അന്വേഷണം വേണം. സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുമെന്ന് ഹസ്ന പറഞ്ഞ തെളിവുകൾ എന്താണ്? കൊടിസുനി മുതൽ ശിബു വരെ കുടുങ്ങും എന്ന് ഹസ്ന ഉദ്ദേശിച്ചത് എന്താണ്? പോലീസിന്റെ കയ്യിൽ നിന്നല്ലേ നിങ്ങൾ രക്ഷപ്പെടൂ എന്ന മുന്നറിയിപ്പ് നൽകിയത് എന്ത്? ആദിലിനെ കുറിച്ച് എല്ലാം മനസ്സിലാക്കിയ ഹസ്ന നിസ്സഹായയായി എന്ന ഓഡിയോയിൽ വ്യക്തം. ഹസ്നയുടേത് ആത്മഹത്യയോ അതോ കൊലപാതകമോ? അതിലെങ്കിൽ ഫോൺ എടുത്തോട്ടോ. 12 മണി വരെ എനിക്ക് ടൈം തന്നിക്കുന്നേ. ആ 12 മണി വരെ ഞാൻ എൻ്റെ അപ്പുറം നിർത്തിക്കോ, ഇല്ലെങ്കിൽ കളി ഇതൊന്നും ആയിക്കൂലേ. ഞാൻ സത്യം പറയാ, എല്ലാ ജീവിതം പോയി. ഇനി ഞാൻ എന്റെ ജീവിതം പോവാണ്. എൻ്റെ ഞാൻ നിൽക്കും. കൊടിച്ചിനി മുതൽ ശിബു വരെ കുടുങ്ങും. സത്യമാണ്. ഞാനിത് എനിക്കറിയുന്ന എല്ലാ വിവരങ്ങളും മടിക്കുന്ന ലഹരിന്റെ വരെ ഞാൻ എല്ലാം വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയയില. പോലീസ് സ്റ്റേഷനിലെ ഇടയെന്നല്ല എങ്കിൽ രക്ഷപ്പെടും. സോഷ്യൽ മീഡിയ വിളിച്ച് ഞാൻ പറയൂ, ഇല്ലെങ്കിൽ ഇനി ഫോൺ എടുത്തോ. ഉമ്മയെ വിളിച്ചതിന്റെ പിറ്റേന്നാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. അവസാനം ഉമ്മ വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് ആദിലാണ്. ഹസ്നയ്ക്ക് സുഖമില്ലെന്ന് ആദിൽ പറഞ്ഞു. പിന്നീട് ഫോൺ ചെയ്ത് ആത്മഹത്യ ചെയ്തെന്നറിയിച്ചു. മരണത്തിൽ അടിമുടി ദുരൂഹത സംശയിക്കുന്നു ബന്ധുക്കൾ. കുടുംബ ബന്ധങ്ങളിലെ വിള്ളലാണ് ഈ വീട്ടമ്മയെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. ഭർത്താവിനെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് ആദിലിനൊപ്പം പോയ ഹസ്ന തിരികെ വരാനൊരുങ്ങിയപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു. പതിമൂന്ന് വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ 60-കാരൻ അറസ്റ്റിൽ. നെടുമങ്ങാട് അരശുപറമ്പ് ഷിഹാദ് നിവാസിൽ ഷിഹാദ് മൊയ്തീനാണ്
അറസ്റ്റിലായത്. നെടുമങ്ങാട് പത്താങ്കല്ല് ഗ്രൗണ്ടിൽ പതിവായി സൈക്കിൾ ചവിട്ടാൻ പോയിരുന്നു 13-കാരൻ. കുട്ടി സ്ഥിരമായി പ്രദേശത്ത് വരുന്നത് മനസ്സിലാക്കിയ പ്രതിയും സ്ഥിരമായി ഗ്രൗണ്ടിലെത്താൻ തുടങ്ങി. കുട്ടിയുമായി പതുക്കെ ഇയാൾ സൗഹൃദം സ്ഥാപിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കുട്ടിയെ ഇയാൾ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുപോയി പീഡനത്തിന് ഇരയാക്കിയത്. പീഡന വിവരം പുറത്തു പറയാതിരിക്കാൻ കുട്ടിക്ക് പ്രതി 10 രൂപയും കൊടുത്തു. അതുമാത്രമല്ല, പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്നും ഭീഷണി. പിന്നെ പ്രതി ഇത് പതിവാക്കി. പല ദിവസങ്ങളിലും കുട്ടിയെ ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് പീഡനത്തിനിരയാക്കി. ഭീഷണി ഭയന്ന് കുട്ടി വിവരം പുറത്തു പറഞ്ഞിരുന്നുമില്ല. കഴിഞ്ഞ ദിവസം ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒരു ഓട്ടോ കിടക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. തുടർന്നാണ് പീഡന വിവരം പുറത്തറിയുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ആലത്തൂർ പാടൂരിൽ വീട്ടിൽ കയറി വയോധികയ്ക്ക് നേരെ BJP പ്രവർത്തകന്റെ ലൈംഗിക അതിക്രമം. നടു റോഡിലിരുന്ന് പരസ്യമായി മദ്യപിച്ച ശേഷമായിരുന്നു ആക്രമണം. കാവശ്ശേരി പഞ്ചായത്തിലെ 2ാം വാർഡിലെ BJP ബൂത്ത് പ്രസിഡന്റ് സുരേഷാണ് വയോധികയ്ക്ക് നേരെ അതിക്രമം നടത്തിയത്. പുലർച്ചെ 3 മണിയോടെയാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയുടെ വീട്ടിൽ മദ്യപിച്ച് ലക്കുകെട്ട് പ്രതി കയറി ചെല്ലുകയും അവരെ ആക്രമിക്കുകയും ചെയ്തു. നീ എന്റെ ഭാര്യയല്ലേ എന്ന് പറഞ്ഞായിരുന്നു വയോധികയുടെ കഴുത്തിൽ പിടിച്ച് കൊല്ലാൻ ശ്രമിച്ചത് എന്നാണ് പരാതി പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്? വയോധിക തന്നെ പറയുന്നു, കേൾക്കാം. ഇത് പൊളിച്ചുള്ളിൽ കയറിയാ? അതല്ലേ, ഇത് പൊളിച്ചിട്ട് അതല്ലേ. എന്താ വന്ന് പറഞ്ഞു? അകത്തുനിന്ന് എന്തൊക്കെ പറഞ്ഞു? സുധിന്ന് ഭർത്താവിന്റെ പേര് അല്ല, സുധി ആരാണ് എന്നാണ് പേര് പറഞ്ഞത്? സുരല്ലേ വന്നത്? സുരയാണ്. സുരാവർണവൻ പറയാണ്. സൗണ്ടിന് എന്ത് പറ്റി? വയോധികയുടെ വീട്ടിൽ കയറി അതിക്രമം നടത്തുന്നതിന് മുൻപ് പരസ്യമായി നടു റോഡിലിരുന്ന സുരേഷും സുഹൃത്തുക്കളും മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ആ ദൃശ്യങ്ങളിലേക്ക്.
മദ്യപിക്കുന്നതിന് തൊട്ട് മുൻപായി സുരേഷും മറ്റു ചില BJP പ്രവർത്തകരും ചേർന്ന ഡിവൈഎഫ്ഐയുടെ ഫ്ലെക്സ് ബോർഡുകളും നശിപ്പിച്ചിരുന്നു. ഈ സംഭവത്തിലും ആലത്തൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒളിവിൽ കഴിയുന്ന സുരേഷിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അതേസമയം സുരേഷിന് പാർട്ടിയുമായി ബന്ധമില്ലെന്ന വിശദീകരണവുമായി BJP രംഗത്തെത്തിയിട്ടുണ്ട്. പാർട്ടിയുടെയോ പോഷക സംഘടനകളുടെയോ ചുമതല വഹിക്കുന്നയാളല്ല സുരേഷ് എന്നാണ് വിശദീകരണം. എന്നാൽ സുരേഷ് BJP പ്രവർത്തകനാണെന്നാണ് FIR. സൈബർ തട്ടിപ്പുകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്നു. എന്നിട്ടും എങ്ങനെ സൈബർ ക്രൈം കൂടുന്നു? വെർച്വൽ അറസ്റ്റ് എന്ന തട്ടിപ്പ് പതിവായി കേൾക്കുന്നു, എന്നിട്ടും ആവർത്തിക്കുന്നു. പറഞ്ഞു വരുന്നത് തലസ്ഥാനത്തെ ഒരു വയോധികൻ നേരിട്ട മാനസിക സംഘർഷത്തെക്കുറിച്ചാണ്. ഇദ്ദേഹം വെർച്വൽ അറസ്റ്റിൽ കഴിഞ്ഞത് 5 ദിവസം. ബാങ്കിലുള്ള പണമെല്ലാം നഷ്ടമാകുമെന്ന് ഉറപ്പിച്ചു. ആത്മഹത്യ ചെയ്യാനും ഉറച്ചു. ഒടുവിൽ നമ്മുടെ സൈബർ പോലീസ് രക്ഷകരായി. എന്താണ് സംഭവിച്ചത്? തുടക്കം ഡിസംബർ 17-ന് മുംബൈ കൊളാബ പോലീസിന്റേതാണെന്ന പേരിൽ വാട്സ്ആപ്പ് കോൾ. തിരുവനന്തപുരം ശ്രീവരാഹം സ്വദേശിയായ 74-കാരൻ ഞെട്ടിപ്പോയി. അനധികൃത പണമിടപാട് നടത്തിയതായി അറിഞ്ഞു. കൂട്ടുപ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. താങ്കളും അറസ്റ്റിലാകും. ഇതായിരുന്നു വീഡിയോ കോളിൽ വന്നവർ നൽകിയ വിവരം. പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് അവർ സ്വയം പരിചയപ്പെടുത്തി. വിശ്വാസം കൂട്ടാൻ വാറന്റിന്റെയും ഫോട്ടോ അയച്ചു കൊടുത്തു. പിറ്റേന്ന് മുതൽ തുടർച്ചയായി വിളിക്കാൻ തുടങ്ങി. ഡിസംബർ 26-ന് വെർച്വൽ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് വിശ്വസിപ്പിച്ചു. 2 ദിവസത്തിനു ശേഷം ADGP എന്ന് പരിചയപ്പെടുത്തിയ ആൾ വീഡിയോ കോളിൽ കേസിൽ നിന്ന് ഒഴിവാകാൻ അദ്ദേഹം 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. പണം നിക്ഷേപിക്കാനുള്ള അക്കൗണ്ട് വിവരങ്ങളും പങ്കുവച്ചു. ഭാര്യയോട് പോലും പറയാതെ പണം കൈമാറാൻ ആ വയോധികൻ തീരുമാനിക്കുകയായിരുന്നു. അത്രമാത്രം വിശ്വസനീയമായ രീതിയിലായിരുന്നു ആ തട്ടിപ്പ് സംഘങ്ങൾ വിവരങ്ങൾ പങ്കുവച്ചത്. പണമിടപാടിനായി ബാങ്ക് ഓഫ് ബറോഡയുടെ തിരുവനന്തപുരം ഫോർട്ട് ശാഖയിലെത്തിയപ്പോഴാണ് ബാങ്കുകാർ ഈ വയോധികനോട് വിവരം തിരക്കുന്നത്. ആർക്കെങ്കിലും വിവരം നൽകിയാൽ അറസ്റ്റ് ചെയ്ത് മുംബൈയിലെ ജയിലിൽ ആക്കുമെന്ന് തട്ടിപ്പുകാരുടെ ഭീഷണി ഉണ്ടായിരുന്നു. ഭയപ്പാടിലായിരുന്ന ഇദ്ദേഹം ബാങ്കുകാരോടും വിവരം മറച്ചുവെച്ചു. സംശയം തോന്നിയ ബാങ്കുകാർ സൈബർ പോലീസിനെ അറിയിച്ചു. ഒടുവിൽ അദ്ദേഹം കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. കേരള സൈബർ പോലീസ് തട്ടിപ്പുകാരുടെ നമ്പറിലേക്ക് വിളിച്ചെങ്കിലും പുറത്തറിഞ്ഞെന്നറിഞ്ഞതോടെ ഇവർ ബ്ലോക്ക് ചെയ്ത് മുങ്ങി. ഒരു ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യവും നഷ്ടപ്പെട്ടു പോയേനെ. സൈബർ പോലീസും ബാങ്കുകാരും അദ്ദേഹത്തെ രക്ഷിച്ചു. സൈബർ തട്ടിപ്പുകാർ
നമുക്ക് ചുറ്റിലുമുണ്ട്. പല രൂപത്തിൽ അവർ പ്രത്യക്ഷപ്പെടും. സൂക്ഷിക്കുക, വെർച്വൽ അറസ്റ്റ് എന്നൊന്നില്ല. തിരിച്ചെത്താം, ഇടവേള. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയ കൊലക്കേസ് പ്രതി വിനീഷ് എവിടെ? വിനീഷ് എവിടെ? പോലീസിനെ കുഴക്കുന്ന ചോദ്യം. 6 ദിവസമായിട്ടും ഒരു വിവരവുമില്ല. ഡിസംബർ 29-നാണ് മാനസികാസ്വാസ്ഥ്യത്തിന് ചികിത്സയിലിരിക്കെ ഈ പ്രതി രക്ഷപ്പെട്ടത്. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്ന പ്രതി പുറത്തിറങ്ങി നടക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. 2021-നാണ് പെരിന്തൽമണ്ണയിലെ ദൃശ്യയെ അതിക്രൂരമായി വിനീഷ് കൊലപ്പെടുത്തിയത്. ദൃശ്യയെ കൊല്ലുന്നതിന് മുൻപ് പെൺകുട്ടിയുടെ പിതാവിന്റെ കട പ്രതി കത്തിച്ചിരുന്നു. ദൃശ്യയുടെ സഹോദരിയെയും ആക്രമിച്ചിരുന്നു. വിനീഷിന് ദൃശ്യയുടെ കുടുംബത്തോടുള്ള വൈരാഗ്യവും പോലീസിനെ കുഴക്കുന്നുണ്ട്. പ്രതി എത്താനിടയുള്ള സ്ഥലങ്ങളിലെല്ലാം പോലീസ് അരിച്ചു പെറുക്കിയിട്ടും രക്ഷയില്ല. വിനീഷ് രക്ഷപ്പെട്ടതും ദിവസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ്. സെല്ലിലെ ശുചിമുറിയുടെ ടൈൽസ് ഇളക്കി മാറ്റി. ചായ കുടിക്കാൻ നൽകിയ ഗ്ലാസ് ഉപയോഗിച്ച് ഭിത്തി തുരന്നു. ചെങ്കല്ലുകൾ വെള്ളം ഒഴിച്ച് കുതിർത്ത് ഇളക്കിയെടുത്തു. അർദ്ധരാത്രി രക്ഷപ്പെട്ടിരിക്കാമെന്നാണ് പോലീസ് കരുതുന്നത്. ഇയാൾ പോവാനിടയുള്ള സ്ഥലങ്ങളിലെല്ലാം പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. പക്ഷെ അപ്പോഴും 6-ാം ദിവസവും പ്രതി ഒളിവിൽ തന്നെ. കർണാടകയെ ഞെട്ടിച്ച ജ്വല്ലറി കവർച്ചയിൽ ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതികളെ കണ്ടെത്താനാവാതെ പോലീസ്. കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചിരുന്ന മൈസൂരു SP വിഷ്ണുവർദ്ധനെ സ്ഥലം മാറ്റിയ നടപടിയിൽ ദുരൂഹത ഏറുന്നു. മൈസൂരു ഹൊൻസൂരിലെ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയിൽ കവർച്ച നടന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ്. തോക്ക് ചൂണ്ടി 10 കോടി വില വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് കവർച്ച ചെയ്തത്. പട്ടാപ്പകൽ ഇത്ര വലിയ കവർച്ച നടത്തിയിട്ടും പ്രതികളെ പിടിക്കാൻ പോലീസിന് കഴിയാത്തത് എന്തുകൊണ്ട്? കഴിയാത്തതോ അതോ അതിന് മനഃപൂർവ്വം ശ്രമിക്കാത്തതാണോ? കേസിൽ ഒരാഴ്ച പിന്നിട്ടിട്ടും CCTVയിൽ പ്രതികളുടെ മുഖം വ്യക്തമായിട്ടും പ്രതികളിലേക്ക് പോലീസിന് എത്താനാകുന്നില്ല എന്ന് പറഞ്ഞാൽ അതങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങാനാകും.
ഉച്ചയ്ക്ക് 2 മണിക്കാണ് നാടിനെ ഞെട്ടിച്ച ഈ കവർച്ച നടന്നത് എന്നതാണ് ശ്രദ്ധേയം. 8 മിനിറ്റ് കൊണ്ട് സംഘം 8.5 കിലോ സ്വർണ്ണ വജ്രാഭരണങ്ങളാണ് കവർന്നത്. 10 കോടിയോളം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്തു എന്നാണ് FIR. കവർച്ച തടയാൻ ശ്രമിച്ച ജീവനക്കാർക്ക് നേരെ സംഘം 2 തവണ വെടിയുതിർക്കുകയും ചെയ്തു. ഹൊൻസൂരിലെ ഒരു ലോഡ്ജിൽ തങ്ങിയാണ് സംഘം കവർച്ച ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കവർച്ചയ്ക്ക് ശേഷം സംഘം എങ്ങോട്ട് പോയി എന്നതിൽ ഒരു വ്യക്തതയുമില്ല. പ്രതികൾ ബൈക്കിലാണ് കവർച്ച നടത്താൻ എത്തിയത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ സ്വന്തം ജില്ലയിൽ പട്ടാപ്പകൽ നടന്ന ഞെട്ടിപ്പിക്കുന്ന കവർച്ചയിൽ പോലീസിന് തുമ്പുണ്ടാക്കാൻ സാധിക്കാത്തത് ആഭ്യന്തര വകുപ്പിന് തന്നെ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. തൃശൂർ തിരുവല്ലാമലയിൽ ബാർ ജീവനക്കാരനെ മർദ്ദിച്ച പ്രതികൾ പിടിയിൽ. ബാർ ജീവനക്കാരൻ സുബ്രഹ്മണ്യനെ ആക്രമിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു. കഴിഞ്ഞ ദിവസം രാത്രി 9:30യോടെയാണ് തൊടുപുഴ സ്വദേശിയും മുൻ ബാർമാനുമായ ഗിരീഷ് 2 സുഹൃത്തുക്കളുമായി ബാറിലെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. മാരകായുധങ്ങളുമായി എത്തിയ ഗിരീഷും സംഘവും ഹോട്ടൽ വെയിറ്ററായ സുബ്രഹ്മണ്യനെ റെസ്റ്റോറന്റിൽ നിന്നും വിളിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു. ഹോട്ടൽ മുറ്റത്തുകൂടി വലിച്ചിഴച്ച് റോഡിലെത്തിച്ചാണ് മർദ്ദിച്ചത്. കത്തിയും കല്ലും ഉപയോഗിച്ച് സുബ്രഹ്മണ്യനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ CCTV ദൃശ്യങ്ങളിലേക്ക്. ബാറിലെത്തി മദ്യപിച്ച ഗിരീഷ് സുബ്രഹ്മണ്യനുമായി വാക്കുതർക്കമുണ്ടായിരുന്നു. അതിന്റെ വൈരാഗ്യമാണ് മർദ്ദന കാരണമെന്നാണ് പോലീസ് പറയുന്നത്. താടിയെല്ലിനും കാലിനും പരിക്കേറ്റ സുബ്രഹ്മണ്യനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ട്വന്റി അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.